കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായ CPM ബ്രാഞ്ച് സെക്രട്ടറി കോടതിയിൽ മറുപടി നൽകിയേക്കും. CPM ബ്രാഞ്ച് സെക്രട്ടറി വികാസിന് ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. വിവരങ്ങൾ നൽകാനായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഒരു രാഷ്ട്രീയ ചുവ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയ കാര്യങ്ങൾ. അതിലേക്ക് നമ്മൾ അധികം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകളിലേക്ക് വേഗം എത്തിക്കാവുന്ന ഒരു രീതിയാണ് ഇത്തരം പരിപാടികളിൽ, ക്ഷേത്ര പരിപാടികളിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കുത്തിക്കയറ്റുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത്തരത്തിലുണ്ടായ ഒരു സംഭവത്തിലാണ്, വിപ്ലവഗാനം ആലപിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാൻ നിൽക്കുന്നത്. വിശദാംശങ്ങൾ രേഷ്മ. അഞ്ജന, നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ വാക്കാലുള്ള പരാമർശം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രം ഉപദേശക സമിതികളിൽ വിശ്വാസികളാണ് ഉണ്ടാകേണ്ടത്, രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരല്ല ഉണ്ടാകേണ്ടത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ അവിടുത്തെ ഉത്സവത്തിനിടെ ഗാനമേള ആലപിക്കുന്ന സമയത്താണ് വിപ്ലവ ഗാനം കൂടി ആലപിക്കുകയും അതോടൊപ്പം തന്നെ കൊടികൾ പ്രദർശിപ്പിക്കുകയും സ്ക്രീനിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തത്. ഈ വിഷയത്തിലാണ് ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി വലിയ രീതിയിലുള്ള രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുക. അതിനുശേഷം ഈ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും അതോടൊപ്പം തന്നെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസിന് നോട്ടീസ് അയക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ വികാസിന്റെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു വാദത്തിലേക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കടക്കുക. ഹിന്ദുമത സ്ഥാപനങ്ങൾ അതിന്റെ ദുരുപയോഗം തടയൽ നിയമപ്രകാരം അതിന്റെ വിവിധ വശങ്ങൾ അല്ലെങ്കിൽ വിവിധ വകുപ്പുകൾ പരിശോധിച്ചുകൊണ്ട് വാദഗതികൾ ഉന്നയിക്കാനായിട്ടാണ് നിലവിൽ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനവർ സമയം തേടിയിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഏത് വിധത്തിലാണ് വാദങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുക, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും എതിർകക്ഷികളായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കുക. എന്തായാലും വികാസ് ഈ ഒരു വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ് ഈ ഗാനമേളക്കിടെ വിപ്ലവ ഗാനം ആലപിച്ചത്, അതോടൊപ്പം തന്നെ DYFIയുടെയും CPMന്റെ കൊടി പ്രദർശിപ്പിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി അധ്യക്ഷൻ എന്നുള്ള രീതിയിലാണ് മറുപടി പറയേണ്ടത്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു കൈ കഴുകുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. അതായത് തങ്ങൾക്കൊന്നും അറിയില്ല, അന്വേഷണമൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്, ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും അനുമതി നൽകാതെ അല്ലെങ്കിൽ അനുമതി ലഭിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് നിലവിൽ എടുത്തിട്ടുള്ള സമീപനം അത് അത്ര കണ്ട് പ്രാധാന്യത്തോടുകൂടി ഹൈക്കോടതി സ്വീകരിച്ചിട്ടില്ല, അതൃപ്തിയൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, അന്ന് ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി ഈ ഹർജി ആദ്യഘട്ടം പരിഗണിച്ച സമയത്ത് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ സംഭവം, അതായത് ഈ ഒരു വിപ്ലവ ഗാനം ആലപിച്ച സംഭവം അത് നടക്കുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതുകൂടാതെ തന്നെ ഈ ഒരു ഭക്തർ നൽകുന്ന പണം അത് വലിയ തോതിൽ ദൂർത്തടിക്കാനുള്ളതല്ല, ദേവന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് തുടങ്ങിയ നിരീക്ഷണങ്ങളും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വിശദമായിട്ട് തന്നെ ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ദുരുപയോഗം തടയൽ നിയമപ്രകാരമുള്ള വശങ്ങൾ കൂടി പരിശോധിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഹൈക്കോടതി എത്തിയത്. ഇനിയുള്ള വാദഗതികൾ അപ്രകാരമായിരിക്കും നടക്കുക. എന്തായാലും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കടക്കൽ ദേവി ക്ഷേത്രം ഉപദേശക അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വികാസിനോടാണ് ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടത്. ഇന്ന് രേഖാമൂലം തന്നെ വികാസ് ഒരുപക്ഷെ മറുപടി നൽകിയേക്കുമെന്നാണ് സൂചന. അഞ്ജന.